എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് സ്പോട്ട് അഡ്മിഷൻ നാളെ അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത് ആ ഒരു കോളേജിലെ വേക്കൻസി കൃത്യമായിട്ട് മനസ്സിലാക്കി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നാളെ വരെയാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് ഈ ഒരു പോളിടെക്നിക് കോളേജുകളിൽ എത്തിച്ചേരാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വേക്കൻസി പൊസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വേക്കൻസി പൊസിഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് ജില്ലയിലെ പോളിടെക്നിക് കോളേജിലാണ് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ജില്ലയിലെ ഏത് പോളിടെക്നിക് കോളേജാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ കോഴ്സിലും എത്ര വീതം വേക്കൻസീസ് ആണ് ഏത് കാറ്റഗറിക്കാണുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ EL, IE, EC, CT എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തത് ഈ ഒരു കോഴ്സാണ്. അതുപോലെ തന്നെ ഇവിടെ കോട്ട നെയിം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതത് കാറ്റഗറികളാണ്. ജനറൽ കാറ്റഗറിയിൽ ഏതൊരു വിദ്യാർത്ഥിക്കും അഡ്മിഷൻ നേടാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള കാറ്റഗറി അതത് വിഭാഗങ്ങൾക്ക് മാത്രമാണ് അഡ്മിഷൻ നേടാനുള്ള സൗകര്യം ലഭ്യമായി ഇരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അടുത്തൊരു ജില്ലയിലെ ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ഒറ്റ വേക്കൻസി കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതായത് വേക്കൻസി ഇല്ലാത്ത കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഓപ്ഷൻ വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വേക്കൻസി ഉള്ള പോളിടെക്നിക് കോളേജ് ഏതൊക്കെയാണെന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നാളെയാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വേക്കൻസി നോക്കിയിട്ട് ആ ഒരു പോളിടെക്നിക് കോളേജിൻ്റെ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഷെഡ്യൂൾ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഏത് ദിവസമാണ് അവിടെ ആ ഒരു അലോട്ട്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് പോയിട്ട് അതിൽ പങ്കെടുക്കാവുന്നതുമാണ്. പല പോളിടെക്നിക് കോളേജും ചിലപ്പോൾ 8 മണി തൊട്ട് 9 മണി വരെ ഇന്ന റാങ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൽകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതത് പോളിടെക്നിക് കോളേജിൻ്റെ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ 13-ാം തീയതിക്ക് അവസാനിക്കും. അതിനുശേഷം പിന്നീടും സീറ്റ് വാക്കൻസി വരികയാണെങ്കിൽ അതത് സ്ഥാപനാടിസ്ഥാനത്തിൽ തന്നെ വീണ്ടും തേർഡ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഡെയിലി ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ എപ്പോഴൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂളിൽ തന്നെ പിന്നീട് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ 13-ാം തീയതി അവസാനിച്ച ശേഷം പിന്നീട് സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ എന്നുള്ള രീതിയിൽ പല സ്ഥാപനങ്ങളും സീറ്റ് വേക്കൻസിക്ക് അനുസരിച്ച് ആ സീറ്റ് ഫില്ല് ചെയ്യാനായിട്ട് നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ ആ ഒരു ഓരോ ഘട്ടത്തിലും ഡൗൺലോഡ് ചെയ്ത് എടുത്ത് നോക്കേണ്ടതാണ്. അപ്പോൾ 13-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് അവിടെ ഷെഡ്യൂൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റ് മാറ്റിയിട്ട് അതായത് വേറൊരു ദിവസം സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ പോയിട്ട് പങ്കെടുക്കുക. അപ്പോൾ അതുപോലെ ആ സ്ഥാപനത്തിൻ്റെ ഷെഡ്യൂളും കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.